ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വലിയൊരു കാരണമുണ്ട്. ഞാൻ ജോലിക്ക് പോയ യാത്രയൊക്കെയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുമോളുടെ വിവാഹമായിരുന്നു. എല്ലാവരും, ഒരുപാട് ആൾക്കാർ അനുമോളെ സ്നേഹിക്കുന്നവരൊപ്പം നിന്നിട്ട് അനുമോളെ ആശീർവദിക്കാൻ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ എന്ത് കാര്യം ചെയ്താലും ഒരു നെഗറ്റീവ് പോയിന്റിൽ കാര്യങ്ങൾ പോകും. പക്ഷേ ഇന്നും ചില ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ, ചില വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസ് കാണുമ്പോൾ സത്യം പറയാലോ ഇത്രയുള്ള മലയാളികളെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് പോകും. അനുമോള് വിവാഹം ചെയ്തിരിക്കുന്ന ഭുവനേശ്വറാണ്. ആളൊരു തമിഴ്നാട്ടുകാരനാണ്. ലവ് മാരേജ് ആണോ അത് അറേഞ്ച് മാരേജ് ആണോ എന്നൊന്നും അനുമോള് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഭുവനേശ്വറിൻ്റെ പ്രായം അനുവിനേക്കാൾ ഇളയതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ചർച്ചയാണ് ഇന്നത്തെ കാലത്ത്. 2026 ഇവിടെ ജെൻഡർ പോലും എന്താ പറയുക, ഒരു പ്രശ്നമില്ലാതെ ആൾക്കാർ വിവാഹം കഴിക്കുകയും ഒന്നിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു കാലത്ത് പ്രായത്തിൻ്റെ പേരിൽ ഒരാളെ വളരെ എന്താ പറയുക മോശമായിട്ട് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ. ആ കമൻറ്റ് സെക്ഷനിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇത് അമ്മാവന്മാർ മാത്രമല്ല ചെയ്യുന്നത്, പലതും ഫേക്ക് ഐ ഡി ആണെങ്കിലും ഫേക്ക് ഐ ഡി അല്ലാത്ത ആൾക്കാർ, അതായത് ഏകദേശം 25-നും 35-നൊക്കെ ഇടയിൽ പ്രായമുള്ള ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് പല നെഗറ്റീവ് കമൻസും വരുന്നത്. അതും ഈ ഒരു കാര്യത്തേക്ക് കുറിച്ചിട്ട് നമ്മൾ എവിടെയാണ് പുരോഗമിച്ചിട്ടുള്ളത്, നമ്മൾ എങ്ങോട്ടാണ്, നമ്മൾ ഇന്നും എന്താ പറയുക, ഈ 1980 നിന്നും വണ്ടി കയറാത്ത ആൾക്കാരാണോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും. കാരണം ഇത്രയും എന്താ പറയുക, സമൂഹം ഇത്രയും പുരോഗമിച്ചിട്ടും ഇപ്പോൾ അവിടെ തന്നെ പെട്ട് കിടക്കണം. അതുപോലെ തന്നെയാണ് ഈ നാട്ടിൽ പയ്യന്മാരെ കിട്ടിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കിട്ടത്തില്ല, ഇവളുടെ സ്വഭാവത്തിന് 3 മാസം കൊണ്ടിട്ട് ഈ വിവാഹബന്ധം വേർപെട്ട് പോകുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്യാണ്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഈ വിവാഹം എന്ന് പറഞ്ഞാൽ. അത് അത്രയും ആഗ്രഹിച്ചിട്ടാണ് അനുമോളെ പോലെ ഒരാൾ ആ കല്യാണത്തിലോട്ട് എത്തുന്നത് പോലും. നമുക്ക് അനുവിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും ആൾ കല്യാണത്തിനെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ഒരാളാണെന്നൊക്കെ അവളുടെ വീഡിയോസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പറ്റുന്നത്, വിവാഹം കഴിഞ്ഞ ആ സെക്കൻഡിൽ ഇത് കൂടിപ്പോയ 3 മാസത്തെ ഉണ്ടാവുള്ളൂ, ആ ചെക്കൻ പെട്ടുപോയി, ഇവളുടെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ രാത്രി തന്നെ ആ ചെക്കൻ ഇട്ടിട്ട് പോകും എന്നൊക്കെ പറയുന്ന വൾഗറായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ടാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഈ കമൻ്റ് ഇടുന്നവരെ തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് എന്തായിരിക്കും, സദ്യ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ പൊതുവെ പറയുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇത് ആ വിവാഹ ജീവിതം വളരെ നിശ്ചിതമായിട്ടുള്ളൊരു സമയത്ത് മാത്രമേ അതിന് ആയുസുള്ളൂ എന്ന് ആ വിവാഹ ദിവസം തന്നെ കമൻറ്റ് ചെയ്യുന്നവരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. അവർ ശരിക്കും വേറെ എന്തെങ്കിലും നമുക്ക് പറയേണ്ടി വരുമല്ലോ. അവരെയൊക്കെ നല്ലൊരു ദിവസം ഒരാൾ ആശീർവദിക്കുന്നത് പോട്ടെ, അത് വേണ്ട. ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഇഷ്ടപ്പെടുകയും വേണ്ട. പക്ഷെ ഇത്രയും വൃത്തിയോടെ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി, ഇത്ര വൃത്തിയുടെ മനസ്സോടെ. സോ എന്നെ സംബന്ധിച്ച് എന്താ പറയുക, എനിക്ക് ആ കമൻസ് കണ്ടപ്പോൾ നല്ല ദേഷ്യവും ഇറിറ്റേഷനും വന്നു. കുറേ എന്താ പറയുക, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, പൊട്ടി മുളച്ചിട്ടുള്ള കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അനുവിനെതിരെ വീഡിയോ ചെയ്യുന്നതും കണ്ടു. അനീഷിനെ തേച്ചു, അനീഷ് ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ അനീഷിൻ്റെ കൂടെ നിന്നിട്ടാണ് എന്താ പറയുക, ആ ദിവസം അന്വേഷണം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചേക്കുന്നത് പോലെയൊക്കെയാണ് ചില ആൾക്കാർ വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്. സോ എന്താ പറയുക, എനിക്ക് അനുവിനെക്കുറിച്ച് എപ്പോഴും എന്നും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അനുവിനെ പരിചയമുണ്ട്. പക്ഷേ വെറുമൊരു ജസ്റ്റൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ടി വിയിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളിൽ നിന്ന് തുടങ്ങിയ സൗഹൃദം ഇന്ന് ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പിൽ എനിക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ അത് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് അനു. അനുവിൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ഒരാൾക്കാരെ അനു ഒരിക്കലും തള്ളിപ്പറയോ, അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലുള്ള ഒരു ഇമേജ് നോക്കിയിട്ട്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കിയിട്ടൊന്നുമല്ല അനു ഒരാളെ കൂടെ കൂട്ടുന്നതും അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുന്നത്. ഞങ്ങളെപ്പോഴും സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരൊന്നുമല്ല. വല്ലപ്പോഴും എന്തെങ്കിലും നല്ല കാര്യത്തിലുണ്ടെങ്കിൽ വിഷ് ചെയ്യും, വിളിക്കും, അങ്ങനത്തെ ജസ്റ്റ് ആ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു സൗഹൃദത്തിന് പോലും അനു അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. സോ അതുപോലെ തന്നെ നമുക്കറിയാം, വളരെ പണിപ്പെട്ട് നമുക്ക് ലക്ഷ്മി നക്ഷത്രയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്നറിയില്ല. അതിനകത്തൊരു പാട്ടിൽ തന്നെ പറയുന്നത്, എൻ്റെ കഴിവിനേക്കാൾ ഉപരി ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്കാണ് എൻ്റെ ജീവിതത്തിലെ സക്സസ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അനു സ്റ്റാർ മാജിക്കിൽ അല്ലെങ്കിൽ ടമാർ പടാറിൽ വരുമ്പോൾ
എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആ എപ്പിസോഡ് കണ്ടാലും അറിയാം. വളരെ നിഷ്കളങ്കമായിട്ടൊരു നാട്ടിൻപുറത്തെ കുട്ടിയിൽ നിന്ന് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ടായിരുന്നു. അത് ഒരു എപ്പിസോഡിൽ എനിക്ക് കരഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് അനു മോഹമുന്തിരി റാവു എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് സോളോ ആയിട്ട് കളിച്ച ആ ഒരു സ്റ്റേജ് എൻ്റർലി എന്താ പറയുക, അവളുടേതാക്കിയൊരു നിമിഷമുണ്ട്. അതിനുശേഷം ഡാൻസ് പഠിക്കുകയും ഡാൻസിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ മെയ്വഴക്കം കൈവരിക്കുകയൊക്കെ ചെയ്ത് കുറേ റീൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെയാണ് അനുവിൻ്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കുക്കിങ്ങിലാണെങ്കിലും ശരി, ആൾക്ക് എന്തറിയില്ല എന്ന് ആൾ വിചാരിക്കുന്ന ആൾക്ക് എത്രത്തോളം ആണ് അതിൽ കഴിവുള്ളത് എന്ന് സ്വയം മനസ്സിലാക്കി അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. പല വീഡിയോസിലും അനു പറയുന്നുണ്ട്, ഈ കല്യാണ വീഡിയോസിനകത്ത് ഭുവനേശ്വരം പറയുന്നൊരു കാര്യം, ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൈ എടുത്ത് ചെയ്തത്, ഓടി നടന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ കണ്ണും മനസ്സൊക്കെ എത്തിച്ചത് അനുവാണ്. ഓരോയിടത്തും ബാക്കി ചുറ്റുമുള്ള ആൾക്കാർ നോക്കിക്കൊള്ളുന്നവർ മാറി നിൽക്കുകയോ, ഇപ്പോൾ ആതിരയുടെ നൂറയുടെയും വീഡിയോസിലും പറയുന്നൊരു കാര്യം, അനുവാണ് എല്ലാ കാര്യങ്ങളും കൊച്ചിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് പോകുന്നത്. സോ അത്രയും സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു കുട്ടിയാണ്, സെൽഫിനെ അത്രയും വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ബിഗ് ബോസ് വിന്നറായി വന്നിട്ട് അതിൻ്റെ പേരിൽ ലോകം മൊത്തം കിടന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് അതിൽ നിന്ന് കാശുണ്ടാക്കി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബിഗ് ബോസ് വിന്നറായി എന്നുള്ളൊരു സാധനമൊന്നും അനു എവിടെ എക്സ്പോസ് ചെയ്തിട്ടില്ല. അനു വിന്നറായി, അനു ഇറങ്ങി വന്നു. അനു ഒരു ഇൻ്റർവ്യൂ കൊടുക്കാതെ ആകെ കൊടുത്തത് ഈ കല്യാണ ദിവസത്തിന് മുന്നായിട്ട് ലക്ഷ്മി നക്ഷത്രയുടെ ഇൻ്റർവ്യൂവിന് മാത്രമേ അനു പങ്കെടുത്തിട്ടുള്ളൂ. വേറെ ഒരു സ്ഥലത്തും പോയിട്ട് കൊട്ടി ഘോഷിക്കുക ഒന്നും അനു ചെയ്തിട്ടില്ല. സോ അവിടെ തന്നെ അനു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട്. അതിനുശേഷവും ഇപ്പോൾ പല ആൾക്കാർ ഫെയിമായിട്ടുള്ള, ബിഗ് ബോസിൽ ചെന്ന് ഫെയിമായിട്ടുള്ള ആൾക്കാർ പല രീതിയിൽ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കിട്ടുന്നൊരു സംഭവമുണ്ട്, എന്താ പറയുക, അതിനെന്തോ ഒരു തലക്കനം എങ്ങനെയാണെങ്കിലും പറയാം. ആ ഒരു സാധനം അവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. ഇവിടെ അനു അങ്ങനെ ഒന്നും ചെയ്തില്ല. ആൾ ആ ബിഗ് ബോസ് അതൊരു ഷോ ആയിരുന്നു, അത് ആസ്വദിച്ചു, അതിൻ്റെ വിന്നറായി, അതിൻ്റെ എല്ലാ സാധനം അവിടെ ഇറക്കി വെച്ചിട്ട് നെക്സ്റ്റ് ആളുടെ ലൈഫിലോട്ട് പോയി. അതിനുശേഷം അനു ഇപ്പോൾ കല്യാണവും അനു ഇതുപോലെ കൊട്ടി ഘോഷിച്ച് എല്ലാവരും അറിയിച്ചിട്ടല്ല നടത്തിയത്. പകരം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, 100-ൽ താഴെ വരുന്ന ആൾക്കാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വെഡ്ഡിങ് നടത്തി. അതിനകത്ത് അനു ആ വീഡിയോയിൽ പറയുന്നൊരു കാര്യം, എന്നെ സ്നേഹിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സോ അത് തന്നെയാണ് അവളുടെ കോൺഫിഡൻസ്. ആ ഒരു വീഡിയോനകത്ത് നമുക്ക് കണ്ടാലറിയാം അനു അത്രയും കംഫർട്ടായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അനുവിൻ്റെ റിസപ്ഷന് അടുത്ത ദിവസമുണ്ട്. ആ ദിവസം ആണ് അനു എല്ലാവരെയും വിളിച്ചിട്ടുള്ളതെന്ന് അനു പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ വ്യക്തതയോടെയും വ്യക്തിത്വത്തോടെയും ചെയ്യുന്ന ഒരാളെ സോഷ്യൽ മീഡിയയിലിട്ട് ചില ആൾക്കാർ വലിച്ചു കീറണമെന്ന് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അനുവിനോടുള്ള പേഴ്സണൽ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമല്ല, കാരണം അനുവിനോട് എതിരഭിപ്രായമുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ബിഗ് ബോസിൻ്റെ ടൈമിനകത്ത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ അവരായിട്ട് ഡിബേറ്റ് വെച്ചിട്ട് ജയിക്കാൻ പോകത്തില്ല. കാരണം ഒരു കാര്യം നടക്കുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട്, രണ്ട് ആംഗിളിലായിരിക്കാം ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ ഇതാക്കിയിട്ട് കാര്യമില്ല. പക്ഷേ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം ഒരാളുടെ ലൈഫിനകത്ത് എത്ര ശത്രുക്കളാണെങ്കിലും അയാളുടെ ലൈഫിൽ നടക്കുമ്പോൾ ഇതുപോലത്തെ കൃമികീടങ്ങളെ കാണുമ്പോൾ നമുക്കൊരിക്കലും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. സോ എൻ്റെ ഒരു അമർഷമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കമൻസോ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ വ്യൂവിന് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്, എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക്. ഇതെനിക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. സോ കൃമികീടങ്ങളായിട്ടുള്ള നിങ്ങളിവിടെ കിടന്ന് അനുവിനെ നെഗറ്റീവ് പറയും, ചെളിവാരി എറിയും, അവൾ വിവാഹ ജീവിതം എപ്പോൾ ഡിവോഴ്സ് ആവുമെന്ന് കണ്ണു നട്ട് കാത്തിരിക്കും. പക്ഷേ അവളവിടെ ലൈഫ് സിമ്പിളായിട്ട് ജീവിച്ചു പോകും. അവൾ അങ്ങനെയാണ് ആ ലൈഫ് കൊണ്ടുപോയിട്ടുള്ളത്. സോ അനുവിന് വീണ്ടും ഒരു വണ്ടർഫുൾ ലൈഫ് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കുട്ടി ബൈ. അപ്പോൾ വീണ്ടും കാണാം.